ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ തലവൻ മസൂദ് അസറിൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. ഇന്നിപ്പോൾ അയാളുടെ സഹോദരൻ കൊല്ലപ്പെട്ടു, ഇന്നലെ സഹോദരി കൊല്ലപ്പെട്ടു, കുടുംബത്തിലെ 14 പേര് മരിച്ചു. അവരൊക്കെ ഇപ്പോൾ സ്വർഗത്തിലെത്തി മദ്യപ്പുഴയിൽ നീന്തി തുടിക്കുകയും ഹൂറിമാരോടൊപ്പം നൃത്തം ചെയ്യുകയുമായിരിക്കും. പക്ഷെ മസൂദ് അസറിന് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇന്നിപ്പോൾ പുള്ളിയുടെ സങ്കടം കൂടും. സഹോദരനും മരിച്ചു, അവരും സ്വർഗത്തിൽ അർമാദിക്കുകയാണ്. ഇപ്പോൾ പുതുതായി അർമാദിക്കാൻ പോയിരിക്കുന്ന ആള് വലിയ കുഴപ്പക്കാരനാണോ? വലിയ കുഴപ്പമുള്ള ആളാണ് അബ്ദുൾ റഊഫ് അസർ. എന്താന്ന് വെച്ചാൽ ഈ ഡാനിയൽ പേൾ, ഈ WSJ വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ ലേഖകൻ, അയാളെ റാഞ്ചി കൊണ്ടുപോയി തലവെട്ടിയ മാധ്യമപ്രവർത്തകനെ അത് ഇയാളാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അബ്ദുൾ റഊഫ് അസർ ആണ് കൊന്നത്. ഡാനിയൽ പേളിന് ഈ ഇസ്ലാമിക ഭീകരതയെപ്പറ്റി നല്ല ധാരണയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതൊക്കെ അന്വേഷിക്കാനായിട്ട് വന്നതാണ്. അത് അവിടുത്തെ സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷമാണ് ഈ ഡാനിയൽ പേളിനെ നിയോഗിച്ചിരുന്നത് ഇതൊക്കെ അന്വേഷിക്കാൻ. ആദ്യം ഡാനിയൽ പേള് മുംബൈയിലാണ് വന്നത്. മുംബൈയിൽ പോസ്റ്റിങ്ങിന് ശേഷം ആണ് പാകിസ്ഥാനിലേക്ക് പോയി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നത്. ഒരു ബ്രിട്ടീഷ് പൗരന് അൽഖയ്ദയുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്നു, റിച്ചാർഡ് റീഡ് എന്ന് പറഞ്ഞിട്ട്. ഈ റിച്ചാർഡ് റീഡിനെ പരിശീലിപ്പിച്ചിരുന്ന മുബാറക് അലി ഗിലാനി എന്ന് പറഞ്ഞിട്ടൊരു മൊല്ലാക്ക പാകിസ്ഥാനിലുണ്ടായിരുന്നു. ആ മൊല്ലാക്കയെ അഭിമുഖം ചെയ്യാനായിട്ട് ഇയാൾ തയ്യാറായിരിക്കുമ്പോഴാണ് ഇയാളെ റാഞ്ചി കൊണ്ടുപോയിട്ട് കൊല്ലുന്നത്. അപ്പോൾ ഇയാൾ ഈ ഭീകരതയെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതും ഗവേഷണം നടത്തുന്നതും ലോകത്തിനെ അറിയിക്കുന്നതും ഒന്നും നല്ലതല്ല എന്ന് മസൂദ് അസർ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് അന്ന് ഡാനിയൽ പേളിനെ കൊല്ലുന്നത്. അപ്പോൾ ഡാനിയൽ പേളിൻ്റെ കൊലപാതകത്തിന് ഇപ്പോഴാണ് ഒരു എന്താ പറയുക, അവരുടെ കുടുംബത്തിനുമൊക്കെ ഒരു സമാധാനം കിട്ടുന്നത്. ഈ ആസൂത്രകനും കൊലയാളിയും തലവെട്ടിയവനുമായിട്ടുള്ള ഒരുത്തൻ ഭീകരൻ മയ്യത്തായല്ലോ എന്നവർക്ക് സമാധാനിക്കാവുന്ന ദിവസമാണിത്. ഇയാളാണ് IC-814 വിമാനം ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഗാണ്ടഹാറിലേക്ക് റാഞ്ചി കൊണ്ടുപോയ സംഭവം ആസൂത്രണം ചെയ്തതും. അപ്പോൾ ഈ കുടുംബത്തോടെ ഇവരെല്ലാം ഭീകരന്മാരാണ്? അതേ സുനിലെ, ഇവരുടെയൊക്കെ 2-3 ആളുകൾ ഈ കശ്മീരിലും ഒക്കെ സഹോദരന്മാര്, അനന്തരവന്മാര്, മച്ചമ്പിമാരൊക്കെ ഓരോ ഘട്ടത്തിൽ 2017-18 കാലത്തൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ ഇവർക്ക് സന്തോഷം. കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഒരു ഭീകരനുണ്ടെങ്കിൽ അയാളുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു, കുട്ടികൾ എന്ത് ചെയ്തു എന്നൊക്കെ തോന്നി വിഷമിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനൊന്നുമല്ല, ഇതെല്ലാം ഞാൻ ശാരദ കുട്ടിയുടെ ഒരു പോസ്റ്റ് വായിച്ചു. എന്റെ ഗർഭപാത്രം പിളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ഒരു സ്ത്രീ കൊല്ലപ്പെടുമ്പോഴും അവിടെ കുട്ടി കൊല്ലപ്പെടുമ്പോഴും എന്നൊക്കെ എന്ത് അസംബന്ധമാണല്ലേ? അതെ അതെ അതെ. അപ്പൊ അല്ല, ഈ ശാരദക്കുട്ടിയുടെ പാത്രം ഈ ഹമാസ് ആക്രമണം നടന്നപ്പോൾ പിളർന്നായിരുന്നോ? അതാണ്. ആ സമയത്തൊന്നും പിളർന്നില്ല. പാകിസ്ഥാൻ എന്തെങ്കിലും പറ്റുമ്പോൾ മാത്രമേ പിളർന്നു പോകുള്ളൂ. അങ്ങനെയുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ. എന്തൊരു അസംബന്ധമാണ് ഈ വിളിച്ചു പറയുന്നത്. ഒന്നാമത് ഈ ഭീകരതക്കെതിരായ ഒരു യുദ്ധത്തിൻ്റെ അകത്തെ ഈ വക വർത്തമാനത്തിനൊക്കെ എന്താ കാര്യം? മാനുഷികമായ ഈ മാനവികത ഇപ്പോഴാണ് ചട്ടക്കുട്ടഞ്ഞെണീക്കുന്നത്. നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ അന്ന് ആക്രമിച്ചിരുന്നുള്ളൂ. ഇപ്പോഴും മുഴുവനായിട്ടില്ല. അതെ, ആ പട്ടികയിൽ 21-9 നമ്മൾ 9 ചെയ്തിട്ടുള്ളൂ. അല്ല, അത് 9 തന്നെ ആക്രമിക്കാനുള്ള കാരണം, ബാക്കിയുള്ള 11 വിട്ടുകളയാനുള്ള കാരണം അതെല്ലാം ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തിരിക്കുന്നതുകൊണ്ടാണ്. എക്സാക്ട്ലി. നമ്മൾ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ച് സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും സംഭവിക്കരുത്. ഒന്നാമത് മോദി ഒരു സമ്പൂർണ്ണ യുദ്ധത്തിനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ ആക്ഷൻ നടന്നുകൊണ്ട് നമ്മളത് പറയണമല്ലോ. കാരണം എന്താന്ന് വെച്ചാൽ പുട്ടിനെ ഉപദേശിച്ചിട്ടിരിക്കുകയാണ് മോദി, ഈ കാലം യുദ്ധത്തിൻ്റെ കാലമല്ല എന്ന്. എന്നിട്ട് മോദി തിരിച്ച് ഒരു യുദ്ധക്കൊതിയനായിട്ട്. പക്ഷെ അതിനൊരു വ്യത്യാസമുണ്ട്. കാരണം റഷ്യയിൽ കയറിയിട്ട് ഉക്രൈൻ ഇതുപോലെ ഭീകരാക്രമണം നടത്തുന്നില്ലായിരുന്നു. ഇതൊരു സത്യം പറഞ്ഞാൽ ഉക്രൈനിലുണ്ടായിരുന്ന നവനാസിസമൊക്കെ തഴച്ച് വളരുന്നത് കണ്ട് അതിൻ്റെ അവരുടെ ന്യൂക്ലിയർ സംരംഭങ്ങളൊക്കെ വികസിച്ച് വന്നാൽ തൻ്റെ രാജ്യത്തിന് ഭീഷണിയാവുമെന്ന് കരുതിയിട്ടാണ് ഒരു അധിനിവേശം റഷ്യ നടത്തിയത്. അതെന്താന്ന് വെച്ചാൽ പുട്ടിൻ്റെ ഒരു കൊളോണിയലിസം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അയാൾ ഇതൊക്കെ വെട്ടിപ്പിടിച്ചിട്ട്
ഇന്ത്യ അങ്ങനെ ചെയ്യില്ലല്ലോ. ഇന്ത്യക്ക് അങ്ങനെ ഒരു പാരമ്പര്യമോ പൈതൃകമോ രണ്ട് സിറ്റുവേഷൻ രണ്ടാണ്. ഇന്ത്യയിൽ കയറി നിരന്തരം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർക്കാതെ അവസാനിപ്പിക്കണ്ടേ? എത്ര കാലം നീ വേറെ രാജ്യമൊന്നും പിടിച്ചടക്കാൻ നിൽക്കാതെ സ്വന്തം കാര്യം നോക്കി നടക്കുന്നതാണ് മോദി പറഞ്ഞതിന്റെ അർത്ഥം. അതാണ്. നമ്മൾ വേറെ സ്ഥലങ്ങളൊന്നും പിടിക്കാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മൾ ചെയ്തപ്പോഴും എത്ര വൃത്തിയായിട്ടാണ് ആ മനുഷ്യകുലത്തിന് തന്നെ അപമാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലല്ലേ പോയി ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 1999 കാണ്ഡഹാറിലെ ആക്രമണം ആസൂത്രണം ചെയ്തവൻ, എന്നിട്ട് അന്ന് കാണ്ഡഹാർ ആസൂത്രണം ചെയ്തത് ഒമർ സയ്യിദ് ഷെയ്ഖിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒമർ സയ്യിദ് ഷെയ്ഖ്, മസൂദ് അസർ, മുഷ്താഖ് ബർഗാർ 3 പേരെ നമ്മൾ വിട്ടുകൊടുത്തു. അന്ന് കാണ്ഡഹാർ റാഞ്ചികളെ ഈ യാത്രക്കാരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 തടവുകാരെ വിട്ടുകൊടുത്തു നമ്മുടെ ജയിലുകളിൽ നിന്ന്. അതിൽ ഈ ഒമർ സയ്യിദ് ഷെയ്ഖാണ് ഡാനിയൽ പേളിൻ്റെ തല വെട്ടിയത്. നമ്മളന്ന് മോചിപ്പിച്ച് അയച്ച തടവുകാരിൽ ഒരാൾ. 2002 ഡാനിയൽ പേളിനെ ഈ ഒമർ സയ്യിദ് ഷെയ്ഖ് കൊലപ്പെടുത്തുന്നത്. അന്ന് പേളിനെ റാഞ്ചി കൊണ്ടുപോകുന്നത് ഈ ഒമർ സയ്യിദ് ഷെയ്ഖാണ്, നമ്മൾ വിട്ടയച്ച തടവുകാരൻ. അപ്പോൾ അയാളെ വിട്ടയക്കാൻ വേണ്ടി ശ്രമിച്ചയാളാണ് ഈ അബ്ദുൾ റൌഫ് അസർ. ഇപ്പോൾ നമ്മൾ ഈ കൊലപ്പെടുത്തിയിരിക്കുന്ന ഭീകരരിൽ പ്രധാനപ്പെട്ട ആൾ. കറാച്ചിയിൽ 2002 ജനുവരി 23 ഡാനിയൽ പേളിനെ റാഞ്ചി കൊണ്ടുപോയത്. ഡാനിയൽ പേൾ ഭീകരതയെപ്പറ്റി ഗവേഷണത്തിന് ആ മൊല്ലാക്കെ അഭിമുഖം ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. ഒരു കഫേയുടെ അടുത്ത് വെച്ച് ആണ് ചായ കുടിക്കാനൊക്കെ തയ്യാറായിട്ടിരിക്കുമ്പോൾ കഫേയുടെ അടുത്ത് വെച്ചാണ് റാഞ്ചി കൊണ്ടുപോയത്. ഇയാൾ സ്പൈ, ചാരനാണ് എന്ന് ആരോപിച്ചിട്ടാണ് ഈ ഭീകരർ ഡാനിയൽ പേളിനെ അന്ന് കൊണ്ടുപോയത്. നാഷണൽ മൂവ്മെൻറ്റ് ഫോർ റിസ്റ്റോറേഷൻ ഓഫ് പാക് സോവറിനിറ്റി എന്ന സംഘടനയുടെ പ്രതിനിധികളാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പരിചയപ്പെട്ടത്, ഈ ഭീകരന്മാർ. ഇല്ലാത്തൊരു സംഘടന. എന്നിട്ട് പാകിസ്ഥാൻ, പഞ്ചാബ് ഈ പ്രവിശ്യ ആക്രമണത്തിൽ ഇപ്പം നമ്മൾ ഈ ഡാനിയൽ പേളിനും കൂടി ഉള്ള ഒരാശ്വാസം, കുടുംബത്തിനും കൂടി ആശ്വാസം നേടിക്കൊടുത്തു. ബഹവൽപൂരിലെ മുരിദ്ക് ആക്രമണത്തിൽ മുബാറക് അലി ഗിലാനി എന്ന് പറഞ്ഞ മൊല്ലാക്ക, അയാളാണ് ഈ ഡാനിയൽ പേളിൻ്റെ തലവെട്ടാനായിട്ട് ഇവരെയൊക്കെ അന്ന് ഏർപ്പെടുത്തിയിരുന്നത്. വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞ അമേരിക്ക പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെയാണ് ഡാനിയൽ പേള് വന്നിരുന്നത്. റിച്ചാർഡ് റീഡ് എന്ന് പറഞ്ഞ അൽഖേദ പ്രവർത്തകനെ പറ്റിയൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പാകിസ്ഥാനിൽ ഡാനിയൽ പേൾ എത്തിയിരുന്നത്. അപ്പോൾ ജമാഅത്ത് ഉൽ ഫുക്ര എന്ന് പറഞ്ഞ സംഘടനയുടെ പരിശീലനം ഈ ബ്രിട്ടീഷ് പൗരൻ റീഡ് അക്കാലത്ത് നേടുന്നുണ്ടായിരുന്നു. ആ പരിശീലനം കൊടുക്കുന്ന മൊല്ലാക്ക മുബാറക് അലി ഗിലാനിയെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിരുന്നു പേളിനെതിരായ ആക്രമണം. ഇപ്പം അത് അവസാനിച്ചു ആ ഭീകരൻ്റെ കഥ. ഏതായാലും മസൂദ് അസർ മാത്രം രക്ഷപ്പെട്ടു. ഇന്ത്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ട തലകളിലൊന്നാണ്, ഇന്ത്യ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ഒന്ന് ഹാഫിസ് സയ്യിദ്, മസൂദ് അസർ, ദാവൂദ് ഇബ്രാഹിം. ഇവരുടെ അടുത്തേക്ക് പലപ്പോഴും അജ്ഞാതം പോയിട്ടുണ്ട്. അജ്ഞാതന് അംഗരക്ഷകരെയൊക്കെ ശരിപ്പെടുത്താനൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇവരൊക്കെ രക്ഷപ്പെട്ടു പോയി. ഏതായാലും നമ്മുടെ ഒരു മിസൈൽ പാഴായില്ല. മസൂദ് അസറിന്റെ കരച്ചിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. മസൂദ് അസർ പറഞ്ഞു, ഞാനും കൂടെ മരിച്ചാൽ മതിയായിരുന്നു. സങ്കടം കൊണ്ടല്ല, ഞാനും കൂടെ മരിച്ചാൽ മതിയായിരുന്നു. എനിക്ക് അതാണ്, അവരെല്ലാം പോയി, എനിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടമാണ്. ഏതായാലും ഈ ഭീകരതയ്ക്ക് മതമുണ്ട് എന്നതാണ് സത്യം. മതമില്ല എന്ന് എത്ര പേർ പറഞ്ഞാലും ഭീകരതയ്ക്ക് മതമുണ്ട്. ലോകത്തെമ്പാടുമുള്ള ഭീകരവാദത്തിൻ്റെ മതം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ആ മതം പറയുന്നത് കാഫിറുകൾ ഈ ലോകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇസ്ലാം ഒഴിച്ച് ബാക്കി എല്ലാവരും കാഫിറുകൾ, അവിശ്വാസികൾ, അവരുണ്ടാകാൻ പാടില്ല, നമ്മൾ മാത്രം മതി. ഇതാണ് ആ പ്രത്യയശാസ്ത്രം പഠിപ്പിച്ച് ആ പ്രത്യയശാസ്ത്രം പറയുന്നതനുസരിച്ച് നടക്കുന്നത് കൊണ്ടാണ് ബാക്കിയുള്ളവരുടെ മതം ചോദിക്കുന്നത്, തുണി ഉരിഞ്ഞ് നോക്കുന്നത്, എന്നിട്ട് വെടിവെച്ച് കൊല്ലുന്നത്, കലിമ ചൊല്ലാൻ പറയുന്നത്. നമ്മൾ ഇത് അനുഭവിച്ചിട്ടുണ്ട് 1921. ഏതായാലും തിരിച്ച് ഈ മതജീവികൾക്ക് വേദന ഉണ്ടാവുന്ന എന്തെങ്കിലും സംഭവിക്കുമ്പോൾ
മാനവികത എന്ന് പറഞ്ഞ ആളുകൾ വരും. അതിൽ നമ്മുടെ ഗർഭപാത്രം പിളരും. ഗർഭപാത്രം പിളരും. മറ്റേ എം സ്വരാജ് ദില്ലി ഗാഥകൾ വീണ്ടും വായിക്കും. ആദ്യമായിട്ട് ഇപ്പോഴാണ് വായിക്കും. പക്ഷേ പഹൽഗാമിൽ അദ്ദേഹം ഈ കൂട്ടക്കൊല നടന്നപ്പോഴത്തേക്ക് അദ്ദേഹം വായിച്ചില്ലായിരുന്നു. എം സ്വരാജ് ഇവിടെ ഇതുവരെ മാരി ഛാപ്പിയിൽ കൂട്ടക്കൊല നടന്നില്ലേ, അതിനെപ്പറ്റി മറ്റേ ബംഗാളി സാഹിത്യകാരൻ നോവൽ എഴുതിയിട്ടുണ്ട്, വലിയ നോവൽ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചിട്ടില്ല ഇതുവരെ. ബംഗാളിലല്ലേ? അല്ല, മാർക്സിസ്റ്റുകൾ ഒന്നാണല്ലോ. മലയാളത്തിലില്ലാന്നേ. പക്ഷേ പഹൽഗാം ആക്രമണം നടന്നപ്പോൾ അദ്ദേഹം മിണ്ടിയിട്ടില്ല. തിരിച്ച് ഇന്ത്യ അടിച്ചപ്പോൾ പുള്ളിയുടെ മാനവികത പൊങ്ങി വന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.